ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ കീഴിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ ഉൾപ്പെടുത്തിയത് ആശ്വാസകരമെന്ന മുല്ലപ്പെരിയാർ സമരസമിതി. ഇങ്ങനെ വന്നാൽ സുരക്ഷാ വിലയിരുത്തൽ, മേൽനോട്ടം എന്നിവയുടെ അധികാരം കേന്ദ്ര സർക്കാർ ഏജൻസിയിലേക്ക് വന്നു ചേരും. കേരളം ജാഗ്രതയോടെ ഈ വിഷയത്തിൽ പ്രവർത്തിച്ചാൽ അനുകൂലമായ നിലപാട് നേടിയെടുക്കാൻ സാധിക്കുമെന്നും സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് പറഞ്ഞു. ഇവിടെ ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യങ്ങൾ നൽകുന്നത് സുരക്ഷാ അതോറിറ്റിയുടെ ചെയർമാൻ തന്നെ ആയിരിക്കും ഇനി മേൽനോട്ട സമിതിയുടെ ചെയർമാൻ എന്നുള്ളതും കേരളത്തിന് കൂടുതൽ സുഗമമായി കാര്യങ്ങൾ അവതരിപ്പിക്കുവാനുള്ള പാത തുറന്നു വരുന്നതിനുള്ള ഒരു വേദിയായി നമ്മൾ ഇതിനെ കാണണം. സംസ്ഥാന ഗവൺമെന്റ് അവധാനത്തോടെ ഈ വിഷയത്തെ സമീപിക്കുവാൻ കിട്ടിയ ഈ സാഹചര്യത്തെ കൃത്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ മുല്ലപ്പെരിയാർ പ്രശ്നപരിഹാരത്തിനായുള്ള ഒരു ചുവടുവെപ്പായി നമുക്ക് ഈ നീക്കത്തെ കാണുവാൻ കഴിയുമെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി വിലയിരുത്തുകയാണ്. ഒപ്പം ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നടപടിയെടുക്കുമ്പോൾ തന്നെ പ്രശ്നത്തെ സുപ്രീം കോടതിയിൽ വൈകാരികമായി ചൂണ്ടിക്കാണിക്കുവാൻ അവധാനത്തോടെ ശ്രമിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ ജോ ജോസഫ് സാറിനെ ഈ അവസരത്തിൽ മുല്ലപ്പെരിയാർ സമരസമിതിയും തീരദേശവാസികളും കേരളത്തിലെ ജനങ്ങളും നന്ദിയോടെ ഓർക്കുകയാണ്. ഫലത്തിൽ കേരളത്തിന് അനുകൂലമായി കിട്ടിയ വിധികളെല്ലാം തന്നെ ഭൂർക്കറവും ഇൻസ്ട്രുമെന്റ് ഒപ്പം നമുക്ക് ഓപ്പറേറ്റിംഗ് മാനുവൽ അടക്കം വാങ്ങി തന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വിധിക്കും നിർണായകമായ ചുവടുവെപ്പുകൾ നൽകുവാൻ സുപ്രീം കോടതിയെ പ്രേരിപ്പിച്ച ഘടകമായി പ്രവർത്തിച്ചതിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോ ജോസഫ് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് സമരസമിതിയും കേരള ജനതയും വിലയിരുത്തുകയാണ്. ഫലത്തിൽ ഈ വിഷയത്തിൽ കേരളത്തിന് അനുകൂലമായി എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ക്യാപ്റ്റനായി പ്രവർത്തിച്ചത് അദ്ദേഹമാണ് എന്ന് പറയുന്നതിന് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ഇവിടെ പലതരത്തിലുള്ള വൈകാരികമായ ചർച്ചകൾ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതെല്ലാം അനവസരത്തിലാണ്. ഇവിടെ പ്രഖ്യാപിതമല്ലാത്തതും അനപ്രഖ്യാപിതമല്ലാത്തതുമായ ചില സാങ്കേതിക വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരരംഗത്തുള്ളവർ ഈ വിധിയോടുകൂടി പ്രശ്നത്തെ ലഘൂകരിക്കുവാൻ നമുക്ക് കിട്ടിയൊരു വീക്ഷണത്തിൽ ഈ പ്രശ്നത്തെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് നിന്നുകൊണ്ട് പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കേണ്ട ഒരു വേദിയായി കാണണമെന്നുള്ള ഒരു സങ്കട ഹർജി കൂടി മുല്ലപ്പെരിയാർ സമരസമിതി അവർക്ക് മുന്നിലേക്ക് വയ്ക്കുകയാണ്.